ഇത് ഷുഗറിനുള്ളത്, ഇത് പ്രഷറിന്റെയാ. ആ പിന്നെ ഇതാ തലവേദന വരുമ്പം കഴിക്കാനുള്ളത്. മരുന്നുകളെല്ലാം ഞാൻ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി മരുന്നൊക്കെ ഓരോ ഡെപ്പിയിലാക്കി അതിന്റെ പുറത്ത് എഴുതി റൂമിൽ വെച്ചിട്ടുണ്ട്. എടോ, ഇതൊക്കെ ഞാൻ എടുത്ത് കഴിക്കണമെന്ന് ഇയാള് പറയുന്നേ? പൊന്നിയെ പറഞ്ഞ് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷേ പൊന്നിക്ക് എന്തെങ്കിലും അസൗകര്യം വന്നാ അത് സാറ് തന്നെ നോക്കിയെടുത്ത് കഴിക്കേണ്ടി വരും. അല്ല പിള്ളേ, ഇയാളിപ്പോ അങ്ങോട്ടാ പോന്നേ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എടോ, താനിപ്പോ ഇവിടെ അങ്ങോട്ട് പോയാലേ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അന്വേഷണമോ ചോദ്യമോ പറച്ചിലോ വന്നാലേ ഞാനാ കുഴഞ്ഞു പോവും. സാറിനോട് ആരും ഇതേക്കുറിച്ച് ചോദിക്കാനും പറയാനൊന്നും വരില്ല. സുഖമില്ലാത്ത ആളാണെന്നുള്ള പരിഗണനയും കിട്ടും. പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എന്തെങ്കിലും സംശയം തോന്നിയാൽ കുഴപ്പമാ. കേസ് കറങ്ങി തിരിഞ്ഞ് വേറെ വഴിക്ക് പോവും, ചിലപ്പോ അകത്തും പോവും. അതാ ഒന്ന് മാറി നിൽക്കാന്ന് വിചാരിച്ചത്. 1-2 മാസം മാറി നിന്നാ മതി. അപ്പോഴേക്കും എല്ലാം ഒന്ന് ശരിയായി വരും. എടോ, ആ കൊച്ചിനൊന്നും പറ്റിയില്ലല്ലോ. തന്റെ പോക്കാണുമ്പോഴേ എനിക്കൊരു സംശയം. ഏയ്, അതൊന്നും ഓർത്ത് സാർ ടെൻഷൻ അടിക്കണ്ട. കൊച്ചു സുഖമായിട്ട് ഒരു വീട്ടിൽ വളരുന്നുണ്ട്. അല്ല, പിന്നെ താൻ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് മാറിയെന്നാ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടാവുമോ? അതിന് ഞാൻ ഒളിച്ചു പോവുകയല്ലോ, ഒരു തീർത്ഥാടനത്തിന് പോവുകയല്ലേ. അപ്പൊ പിന്നെ അതിലാർക്കും സംശയിക്കാനില്ല. എടോ, താൻ പോകുമ്പോ എന്റെ കാര്യങ്ങളെ കഷ്ടത്തിലാവുന്നേ. എന്നാലും വേണ്ടല്ല, മാറിയിരിക്കുന്ന നല്ലതെങ്കിലേ അങ്ങനെ തന്നെ അങ്ങ് ചെയ്യും. സത്യമായിരുന്നുണ്ട്. അല്ല, പിള്ള എവിടെയാ പോകുന്നു കേട്ടു? പഴനി വരെ ഒന്ന് പോണം. 2 വർഷം മുമ്പ് ഒരു നേർച്ച വീട്ടുകാർ നേർന്നതാ, കാവടി എടുക്കാന്ന്. അതൊന്ന് നടത്തേക്കാന്ന് വിചാരിച്ചു. ആ, അതെന്തായാലും നന്നായി. വഴിപാടുകൾ നേർന്ന നടത്തണം, അല്ലെങ്കിൽ അതൊരു കടമായിട്ട് കിടക്കും. അത് നമുക്കും ബുദ്ധിമുട്ടാ. പഴനി മാത്രമല്ല, മധുരയും രാമേശ്വരവും മറ്റു 1-2 ക്ഷേത്രങ്ങളൊക്കെ ചുറ്റണമെന്നുണ്ട്. അത് ശരി, അപ്പൊ വലിയൊരു യാത്രയാണല്ലേ? അതെ, അതൊരാഗ്രഹമായിരുന്നു. അതെന്തായാലും നന്നായി. എന്നിട്ട് എന്നത്തേക്കാ യാത്ര? പുറപ്പെടുകയായി. വീട്ടിലെത്തി എല്ലാരോടും ഒന്ന് യാത്ര പറയുന്ന താമസേ ഉള്ളൂ. അത് ശരി, അപ്പൊ എല്ലാം തീരുമാനിച്ച് ഒരുങ്ങി നിന്നിട്ടാ ഞങ്ങളോടൊക്കെ പറയുന്നല്ലേ? ശരി, പിള്ള നിക്ക്, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. എടോ, എന്തുവാടോ ആമയ്ക്ക് സംശയം തോന്നി കാണുമോ? അത് സത്യമ്മ വഴിപാടിനുള്ള കാശടക്കം പോയതായിരിക്കും. അല്ല, എന്നിട്ട് ഇയാളെ കാശും തോയ്യും? ഇയാൾ അമ്പലത്തൊട്ടൊന്നുമല്ലോ പോന്നെ? അത് അമ്പലത്തിലേക്ക് ആക്കാലോ. ഇയാളാള് കൊള്ളാല്ലേ? ഇതിരിക്കട്ടെ. ഓ,